തിരുവനന്തപുരം നെയ്യാറ്റിങ്കര ത്രേസ്യാപുരം ശാഖാ കൊലപാതകത്തിൽ ശിക്ഷാവിധി ഇന്ന്. ശാഖാകുമാരിയെ ഷോക്കടിപ്പിച്ചു കൊന്ന കേസിൽ ഭർത്താവ് അരുൺ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ കോടതി ഇന്ന് ശിക്ഷ വിധിക്കും. 2020 ഡിസംബർ 26-നാണ് ക്രൂര കൊലപാതകം നടന്നത്. ത്രേസ്യാപുരം സ്വദേശി ശാഖാകുമാരിയാണ് കൊല്ലപ്പെട്ടത്. വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു വന്നിരുന്ന 52 വയസ്സുകാരിയായ ശാഖാകുമാരി 28-കാരനായ പ്രതി അരുണുമായി പിൻകാലത്ത് പ്രണയത്തിലായി. ഇലക്ട്രീഷ്യനായിരുന്നു പ്രതിയായ അരുൺ. വലിയ സ്വത്തിന് ഉടമയായിരുന്നു ശാഖാകുമാരി. തന്റെ സ്വത്തുക്കൾക്ക് അവകാശിയായി ഒരു കുഞ്ഞു ജനിക്കണമെന്ന ആഗ്രഹമാണ് പ്രണയത്തിലേക്കും പിന്നീട് അരുണുമായുള്ള വിവാഹത്തിലും എത്തിയത്. 2020 ഡിസംബർ 10-നായിരുന്നു വിവാഹം. ക്രിസ്ത്യൻ മതാചാരപ്രകാരം നടന്ന വിവാഹത്തിൽ വരന്റെ ഭാഗത്തുനിന്നും ഒരു സുഹൃത്ത് മാത്രമേ പങ്കെടുത്തുള്ളൂ. വിവാഹം രഹസ്യമായിരിക്കണമെന്നും വിവാഹ ഫോട്ടോ പ്രചരിക്കരുതെന്നും അരുണിന് നിർബന്ധമുണ്ടായിരുന്നു. വിവാഹശേഷം പ്രതി അരുൺ ഭാര്യ വീട്ടിൽ തന്നെ കഴിഞ്ഞു വന്നു. ശാഖാകുമാരിയുടെ പണത്തിൽ ആർഭാട ജീവിതം നയിച്ചു വരികയായിരുന്നു പ്രതി. കുട്ടികൾ വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് കൊലപാതകം നടത്തി സ്വത്ത് കൈക്കലാക്കാൻ തീരുമാനിച്ചത്. ഓവൻ റിപ്പയർ ചെയ്യുന്നതായി ഭാവിച്ച് ശാഖാകുമാരിയുടെ കയ്യിൽ ഷോക്കേൽപ്പിക്കാൻ ആദ്യ ശ്രമം നടത്തിയിരുന്നു. അന്ന് ശാഖാകുമാരി തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. 2020 ഡിസംബർ 25-ന് ക്രിസ്തുമസ് രാത്രിയിൽ ബന്ധുക്കൾ പിരിഞ്ഞ ശേഷം പ്രതി അരുൺ ഭാര്യയെ കൊല്ലാൻ മുൻകൂട്ടി പദ്ധതിയിട്ടിരുന്നു. അന്നേ ദിവസം രാത്രി ശാഖാകുമാരിയെ ബലം പ്രയോഗിച്ച് ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ശാഖാകുമാരിയുടെ വലതു കൈത്തണ്ടയിലും മൂക്കിലും ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് കറണ്ട് കടത്തിവിട്ട് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് കേടായ സീരിയൽ ബൾബ് സെറ്റ് ശാഖാകുമാരിയുടെ മൃതദേഹത്തിൽ വിതറിയിടുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.